ഹല്ലേലൂയ ആമേൻ. സന്തോഷത്തോടെ പാടാം. ഹല്ലേലൂയ 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 ആമേൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ഹല്ലേലൂയ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അങ്ങയുടെ സാന്നിധ്യം പ്രകടമാകുവാൻ ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എടുത്ത് കടന്നുപോയവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയവരുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും മറ്റും കർത്താവേ, അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈ ആലയത്തിൽ ഒരുമിച്ചായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന, ദൈവപിതാവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ദൈവമക്കളെ ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിധങ്ങളായ നിയോഗങ്ങളെ ദൈവമാതാവിന്റെ മധ്യസ്ഥ വഴി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 4:16. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്ക് ഏറ്റു പറയാം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തിലേക്ക് വരാം. ഇപ്പൊ നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക സമയത്താണ് ആവശ്യമായി വരുന്നത്. കരുണ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ്. അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയണത്.
എല്ലാ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല. നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ? പഠനം, ജോലി, അല്ലേ, വീട്, വിവാഹം, ആരോഗ്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആംബിയർ നമുക്കുണ്ടാകത്തില്ല, അതിനുള്ള പാങ്ങുണ്ടാകത്തില്ല. ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യത ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയണത്. പീഡിയ കൃപയുടെ സമയമെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയണ, ഇതിന് മെഡിസിൻ ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ. നമ്മൾ 1.5 കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത് ഈ അസുഖത്തിന്, ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്ന് ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായ സംഭവം? നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റില്ല എന്നതിൻ്റെ അർത്ഥം. ബൈബിൾ ഇതിനെ മെറിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷനുണ്ട് ബൈബിളിൽ. എന്താണ്? കരുണ. അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും, ചില സമയത്ത് കൃപയെന്ന് വിളിക്കും. രണ്ടും ഒന്നാണ്. കരുണ എന്ന ഒരു മഹാമേരുവിൽ നിന്നാണ് കൃപ ഒഴുകി വരണത്. ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാ നദി ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ ആരാണ്? കരുണ ഏതാണ്? ഹിമാലയവും. ഗംഗാനദി എന്താണ്? കൃപയുമാണ്. ഒഴുകി വരണത്. കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള, കൃപ ഉൾക്കൊള്ളാനുള്ള മെറിറ്റ് നമ്മുടെ കയ്യിലില്ല. നമുക്കതിനുള്ള യോഗ്യതയില്ല. ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല. കാര്യം അത് ഭയങ്കരമായ രീതി വില കൊടുത്ത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ്. ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനപ്രസാദമാണ് കൃപയായിട്ട് മാറണത്. അപ്പോൾ നമ്മൾ കൈ കഴുകാതെ മീൻ പിടിക്കാൻ പറ്റുമോ? കൈ നനയാതെ? ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവിന്റെ എബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പോൾ കൃപാവരത്തിൻ്റെ സിംഹാസനമാകുന്ന ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത്. എപ്പോഴാണ്? വേണ്ട സമയത്ത്. അതേതാണ്? നമ്മൾക്ക് മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ, നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്ക് അതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം എന്താണ്? ക്രിസ്തുവാണ്. അപ്പോഴേ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം, അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ്. പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയമുണ്ട്. എന്താ കാര്യം? നമുക്കൊരു പരിചയമില്ല. പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഓഫീസിലായാലും ശരി ഓടിക്കയറാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കൊരു പരിചയമില്ല, അടുപ്പമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിനെ സമീപിക്കണ മുമ്പ് അയാൾ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം അവിടെ ഉണ്ട്.
നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി കമ്പനിയിലാകാം, ഓഫീസിലാകാം, നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണത് ആരാണ്? നിങ്ങളെന്താ ചോദിക്കണേ? നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം ഉണ്ട് അവിടെ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ. ഇന്ന ആളാണെന്ന് പറയണം. ഇവിടെയാണ് മരിയ സ്പേസ് എന്ന്. ഉടമ്പടിയുടെ മരിയ സ്പേസ് അതാണ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. പക്ഷെ നിങ്ങളെ ഒരു പരിചയമില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം, പരിചയപ്പെടുത്തണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണമുണ്ട്. എന്താണ്? ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ്. ഇയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപനോട് പറയുന്ന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവിന്റെ ചുവട്ടിൽ വെച്ച് അമ്മയെ തന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 അവൻ്റെ അനുഗ്രഹങ്ങള് നമ്മളെ നോട്ട് ബൈ മെറിറ്റിൽ നമ്മുടെ യോഗ്യതയാലല്ലാതെ അവൻ്റെ കൃപയാൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത്? അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാർക്കോസ് 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മാർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എപ്പോഴും നമ്മളുടെ സമയമില്ലേ, അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം. നമുക്കൊരു വിഷയമുണ്ടായാൽ അപ്പോൾ സമയം പൂർത്തിയാകും. ബൈബിളിൻ്റെ ഒരു ഇക്കണോമി അതാണ്. നമുക്കൊരു വിഷയമുണ്ടായി, നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർസ് ആകാം. അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈയൊഴിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി. ഞാനാണ് സാക്ഷ്യം കണ്ടി ഞെട്ടിപ്പോയി. ഇപ്പോൾ പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരൾ മൊത്തം ഡാമേജായി, മൊത്തം പോയി. വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കരൾ ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെയായി. അപ്പോൾ ഉടനെ 1.5 കൊല്ലമായിട്ട് ചികിത്സയിലാണേ. അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിൽ നിന്ന് കുത്തിയെടുക്കും. അതിന് ഡോക്ടർ കുത്തിയെടുക്കണതിൻ്റെ കാര്യം, ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും, എഴുതി മേടിച്ചു വെച്ചു. ഫയലിനിടയ്ക്ക് നിന്ന് എഴുതി മേടിക്കും. വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും.
എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത് ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത്. അപ്പോൾ ഭാര്യ പോയി കന്നാസ് വാങ്ങിക്കാൻ പോകും. കന്നാസ് വാങ്ങിക്കണത് എന്തിനാണ്? കുറച്ചുകൂടി വെള്ളം കുത്തിയെടുത്താൽ. അപ്പോൾ അതൊക്കെ മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും. ഇയാളെ ഈ മരണ വാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വീർത്ത വയറിൽ ഇങ്ങനെ കുരിശ് വരക്കും. ഇതാണ് നോട്ട് ബൈ മിനിറ്റ് എന്ന് പറയണത്. ഇവിടെ ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റണില്ല. ഡോക്ടറിന് മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക, ഭാര്യയോട് ഒപ്പിട്ട് വാങ്ങിക്കുക, മരണ വാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ്. എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ് കുത്തി വെള്ളം എടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മെറിറ്റില്ല, ഡോക്ടറിന് മെറിറ്റില്ല, ആ രോഗിക്കും മെറിറ്റില്ല, ഒന്നിനും മെറിറ്റില്ല. ആകപ്പാടെ നിൽക്കണത് എന്താണ്? ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേൽ കുരിശ് വരക്കും, മാതാവിനെ ഏൽപ്പിക്കും ആളാണ്. ആ സമയത്താണ് ഡോക്ടറിന് ഇത് അറിയത്തില്ലല്ലോ. ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളെ അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയാണ്. അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്നാസും കൊടുത്ത് വിടണത്, കന്നാസ് വാങ്ങിക്കാൻ വിടണത്. വൈഫ് കന്നാസും കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും. വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ? വെള്ളത്തിന് പകരം വെള്ളമില്ല. വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ കണ്ടു കാണും. ആ സാക്ഷ്യം കണ്ടവർ കൈപ്പൊക്കിക്കേ. ദാറ്റ്സ് ഓക്കെ, താങ്ക് യു. നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ, അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവിടെ ഒന്നും ഇല്ല, ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം. അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണത്. മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത്, ഉടമ്പടിയെ ദൈവം മാനിക്കണം. രണ്ടും രണ്ട് കേസാണ്. ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും, പക്ഷെ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം. അവിടെ വിഷയം എന്നത് നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം എങ്ങനെയാണ്? അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്താവെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ചിലരുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ കമന്റ് നോക്കിയിട്ടുണ്ടോ? എന്താ പറയണത്? മാതാവേ, ഈ അൾത്താരെ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ, എനിക്കും സാക്ഷി എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണമെന്നാണ്. ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടിയിട്ടുണ്ട്. കാര്യം അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല, നാട്ടുകാർ കേൾക്കുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കടൂരമായ സങ്കടത്തോടെ വരും, പക്ഷേ എടുക്കത്തില്ല. കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവദിവസത്തിന് തെളിയിച്ചു. കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിനെ നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നതും ആ വിധത്തിലാണ്. രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നതും ആ വിധത്തിലാണ്. നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉഡായിപ്പ് കാണിച്ചായിരിക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ അപ്പം പക്ഷി ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് ഭാഗിച്ച് വീതിച്ച് നൽകുന്ന കൃപാന എന്ന ഉടമ്പടി, അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ്. അപ്പം നിത്യജീവന് വേണ്ടിയാണ്. നമുക്ക് IELTS പാസ്സായാലും കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദപരം വീണ്ടെടുത്തിട്ട്
ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരണത്. എന്താണ് വേണ്ട സമയം? വേണ്ട സമയം എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയം. അതാണ് കാനായിലെ കല്യാണം എന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല, അവന് ജോലിയില്ല, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, അവർക്കും കുഞ്ഞുങ്ങൾക്കും അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനമില്ല, അവൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണ്, അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവമാണ് നിശ്ചയിച്ചിരിക്കണത്. ആ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് സമയം ആയില്ല എന്ന് ഈശോയ്ക്ക് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കണത്. അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ട് വന്നാൽ അപ്പോഴാണ് സമയമാകണത്. സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ്, ഒരു നോഷനാണ് ടൈമെന്ന് പറയണത്. ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുതന്നെയാണ് അമ്മയും കൊണ്ട് വരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എപ്പോഴാണ് മെരിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഫോക്കസ് എന്താണ്? ടൈമാണ് ഫോക്കസ് ചെയ്യണത്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നമ്മുടെ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ്റ് ടൈമാണ്. ടൈമല്ലേ? ശരി, ഇപ്പോൾ ഇന്നലെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കുറേ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അച്ഛാ ലാസ്റ്റ് ചാൻസ് ആണെന്ന്. അത് ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റും ലാസ്റ്റും ടൈമാണ്. അതാ സംഭവം. ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞത് എന്താണ്? ടൈമാണ്. അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദറിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദർ വന്ന് ഈശോനോട് പറയും, അപ്പോൾ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും. ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത്? അപ്പോൾ സമയമാക്കിയത് ആരാണ്? അമ്മയല്ലേ? അപ്പോൾ അമ്മയാണ്. അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിച്ചിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ് റോളുള്ളത് അമ്മയ്ക്കാണ്. ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റെഫറൻസ്. ഇനി ഈശോ വരുമ്പോഴും എന്താ പറയണത്? സമയം പൂർത്തിയായി, അതുകൊണ്ട് അനുദപിക്കണം. പിന്നെന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് എൻ്റെ അർത്ഥം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ്. അപ്പം സമയം പൂർത്തിയാകണം എപ്പോഴാണ്? നമ്മളുടെ മെരിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു അപ്പം സമയം പൂർത്തിയായി. എന്തിൻ്റെ സമയം പൂർത്തിയായി? കൃപയുടെ സമയം പൂർത്തിയായി. കൃപയുടെ സമയം എന്ന് പറയുന്നത് എന്താണ്? നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കൃപയുടെ സമയം വിവേചിച്ചറിയുവാൻ ഞങ്ങളെ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. അപ്പൊ കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകണത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? അതുകൊണ്ടാണ് നമ്മുടെ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസകാലം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല. ഇറ്റ് ഈസ് ഗുഡ് ബൈ. മനസ്സിലായില്ലേ? അത് കൃപയുടെ കാലമാണ്. ഇപ്പം യേശു മർക്കോസ് 1:15 എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുദപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക.
ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല. പിന്നെ എന്താണ്? പിന്നെ കൃപ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല. പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? പാപത്തേക്കാൾ ഉപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും? കൃപയെ ഫോക്കസ് ചെയ്യും. ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണത്. കൈയടിച്ച് കൊടുത്ത ആശുള്ള കൃപയുടെ സമയത്തെക്കുറിച്ച് പറയുന്നതാണ്. പലപ്പോഴും നമ്മൾ പാപത്തെയാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും നമ്മൾ ക്രിസ്തുവിനേക്കാൾ ഉപരി പാപത്തെ ഫോക്കസ് ചെയ്യുന്ന ആധ്യാത്മികതയുണ്ട്. അതും ആധ്യാത്മികത തന്നെയാണ്. പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി അത് കുറച്ച് ഡിഗ്രി കുറവുള്ളതാണ്. കാര്യം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താൽ പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ, ലോകത്തെ ജയിച്ചാണ് ജീവിക്കണത്. ലോകത്തെ ജയിച്ച് ജീവിക്കണത് എങ്ങനെയാണ്? പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? ഫോക്കസിങ്ങിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉടമ്പടിയിലുള്ളവർ കൃപയെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ഒന്നിന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പഴയ നിയമ ഉടമ്പടിയെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പഴയ നിയമ ഉടമ്പടിയുടെ ഒരു പോരായ്മ അതെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പുതിയ നിയമ ഉടമ്പടിയിൽ എന്താണ്? കൃപയ്ക്ക് കീഴിലാണ്. എന്താ കാര്യം? ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റൂ. എങ്ങനെ പറ്റൂ? അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്നല്ല. അതൊരു ഡൗൺ റോഡായിട്ടുള്ള ഒരു അർത്ഥമാറ്റിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ്. ഒരു ജിയോമെട്രിക്കൽ ആധ്യാത്മികത വേണം. ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു സൈക്കിള്, ഒരു വിമാനം, രണ്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ. ഇപ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് തിരുവനന്തപുരത്ത് നിന്ന് ഗോവ വരെ പോയി. 2 മാസം എടുത്തതേ ഉള്ളൂ. ഗോവയിൽ പോകണമെങ്കിൽ 2 മണിക്കൂർ മതി. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകണ പോലെ ഇരിക്കും. കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണമെന്ന് പറയണം. രോഗിയെ പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം. കൃപയെ ഫോക്കസ് ചെയ്താൽ വിമാനത്തിൽ പോണ പോലെ ഇരിക്കും. 2 മണിക്കൂർ കൊണ്ട് ടൈം ഷോട്ട് ചെയ്യണത് കൃപയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ്, അതായത് ഷി വാസ് ടോട്ടലി എൻഗ്രേസ്ഡ്. കൃപ നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വചനം പറഞ്ഞു. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ ബാക്കി പറ. എനിക്ക് എല്ലാം ചെയ്യാൻ വഴി. അത് കൃപയ്ക്കുള്ള ഗുണവതാണ്. കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ്. കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ്. കരുണയെന്ന് ഉപയോഗിക്കും, ശക്തി എന്ന് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാവും. അതാണ് ഫിലിപ്പിയർ 4:13. ടേക്ക് ദ ബെഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ജീവിതത്തിലെ. ഭർത്താവ് മരിച്ച്, കുഞ്ഞിന് രോഗമാണ്, നമ്മൾ നിസ്സഹായം നിൽക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ.
നമുക്ക് സാമ്പത്തിക കടമാണ്, വീട്ടിൽ എപ്പോഴും ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ്, ഫോണ് കടക്കാരെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ്, എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ പേടിയാണ്, ഇന്ന് ആരൊക്കെയാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോണത്, നാട്ടുകാരുടെ മുമ്പ് അപമാനപ്പെടാൻ പോണത്, എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നണില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത്. അതാരാണ്? ഫിലിപ്പിയർ 4:13. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ ആളാരാണെന്ന് അറിയാവോ? ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. ഇന്നലത്തെ സാക്ഷിയാ ദീപ്തി, ബാംഗ്ലൂരിൻ്റെ ഇന്നലത്തെ സാക്ഷി. ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ടത്. ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം. അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ, ഗവൺമെൻറ് ഓഫീസറാണ്. എനിക്കുള്ളത് 50,000 രൂപ അല്ലെങ്കിൽ 75 രൂപ എങ്ങനെയൊക്കെ ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസറിൻ്റെ പ്രശ്നം എന്താ? അല്ല, ഈ കമ്പനി സ്റ്റാഫിൻ്റെ പ്രശ്നം എന്താ? അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ യോജിക്കണില്ല. യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക്. അപ്പം ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല. അപ്പോൾ ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കടുത്തേക്ക് കയറുകയും കുടുംബം കുട്ടിച്ചോറാകുകയും ചെയ്യുമ്പോൾ വീട്ടുകാരും കൊണ്ട് ഭർത്താവിനെ സൈക്കാട്രിസ്റ്റിന് കൊണ്ടുപോകും. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്കാട്രിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ 1 മണിക്കൂറിന് ടോക്ക് കൗൺസിലിംഗ് ആണുള്ളത്. അവിടെ സംസാരിച്ച് ഹീൽ ചെയ്യണതാണ്. 1 മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2,500 രൂപയാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ, സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു 2-3 സിറ്റിംഗ് കഴിയും. അങ്ങനെ 7,500 രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ മാനസിക അസുഖം മാറാൻ വേണ്ടി, ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ്. ഓക്കെ, കാര്യം നമ്മൾ നോക്കണ്ടല്ലേ. ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണമാരാണ്? ഭാര്യയാണ്. ഭാര്യ വീട്ടിലില്ലേ, അവർ മിക്കവാറും ഓഫീസിലായിരിക്കും. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കടുത്തേക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ടെൻഷനായി. ഇവൾക്ക് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എല്ലാം പോവില്ല. ഇവളെയും കൊണ്ട് വേറെ സൈക്കാട്രിസ്റ്റിനടുത്ത് കാണിച്ച്. ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കണതാണ്. വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും, ചിലർക്ക് വിദ്യാഭ്യാസം കൂടും. വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിലെ ചിന്തിക്കത്തുള്ളൂ. ഇത് മാനസിക പ്രശ്നമാണ്, അതിന് സൈക്കാട്രിയിലാണ് പോകേണ്ടതെന്ന്. എൻ്റെ ദൈവമേ, സഭയുടെ ഗതികേട് ഇപ്പോൾ ഇത് തന്നെയാണ്. സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട് പട്ടത്തിൻ്റെ. കൗൺസിലിംഗിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഉപദേശപരം എന്ന് പറയുന്നത്. അതിന് 2,500 രൂപ ആവശ്യമില്ല, ചുമ്മാ കണ്ടാൽ മതി, വിശ്വാസം മാത്രം മതി. സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിലാണ് ഉദ്ധരിക്കാൻ പോണത്. ക്രിസ്തുവിനെ കിട്ടുമോ? അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും, അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക. സഭയ്ക്ക് അങ്ങനെ കേവല ഉദ്ധാരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിസ്തുവിനെ കൊടുക്കാനാണ്. അതാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവനാണ് നീ, പ്രഷർ എടുക്കുന്നവനാണ്, പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ.
ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണേ, ഭാര്യയും ഭർത്താവും ഓരോ സൈക്കാസ്റ്റിനടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വേണ്ടി. എന്തിനാണ്? വീട്ടുപ്രശ്നത്തിന് വേണ്ടി. പക്ഷെ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല, ഇത് തുറക്കാനുള്ള താക്കോലില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർ ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തയ്യാറായി. ഓൺലൈനിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടി. അപ്പോൾ അവർ പറയണത്, ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു, ഇത് ആരും പറഞ്ഞതല്ല, മൊബൈലേ വന്നപ്പോൾ അവർ കേട്ടതാ. കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തിന് അറിയാമല്ല, അതിൻ്റെതായിട്ടുള്ള അഭിഷേകം ഉണ്ടാകും എപ്പോഴും. ഈ അഭിഷേകത്തിൽ ഇവർ ട്രാങ്കുലിറ്റി ഫീൽ ചെയ്തു. ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം, ഇന്ന് അപ്പോൾ ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട് 5-10 ടൺ ഇങ്ങനെ ഹൃദയത്തിലിരിക്കണം, നെങ്ങുന്ന അവസ്ഥയാണ്. ഉറക്കമില്ലാതെ, സമാധാനം ഇല്ലാതെ, ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ, എപ്പോഴും ഒരു വിഷയം. അപ്പോഴുടനെ ഈ ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു അഭവമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇവരതിനെ പറയണത് സാന്നിധ്യം എന്നാണ് പറയുന്നത്, സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കണത്. എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോൾ. അപ്പോഴാ ധ്യാനത്തിൽ എന്നിട്ട് അപ്പോഴെനിക്ക് മതി, ഇറ്റ്സ് ഓക്കെ, ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൾ ധ്യാനങ്ങളൊക്കെ കൂടി. അപ്പോൾ എൻ്റെ ധ്യാനം കൂടി, വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി. അങ്ങനെ അവരിതിൻ്റെ അകത്ത്, അപ്പോൾ ഇവൾ പറഞ്ഞ്, പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം, ധ്യാനം കൂടുന്ന സമയത്ത് എടുത്ത് വെച്ചാൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ധ്യാനം കണ്ടപ്പോൾ, ധ്യാനം അവർക്കൊരു ആന്തരികമായൊരു ഫീലിംഗ് കൊടുത്തപ്പോൾ അവരാദ്യം ചെയ്തത് എന്താണ്? ബാംഗ്ലൂരല്ലേ, ഇവിടം വരെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ്? ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. ആദ്യം ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. അതിൻ്റെ ഒരു പ്രോസസ്സിങ് നോക്കണം, നല്ല രസമാണ്. ധ്യാനം കൂടിയപ്പോഴേ അവർക്ക് ആശ്വാസം തോന്നി. പിന്നെ എന്ത് ചെയ്തു? അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റം, ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണേ. ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയണേ, നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അവർ ആ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത്. ഫോളോ ചെയ്യണ സമയത്ത് അവൾ ചെയ്ത കാര്യം, ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്നാണ് ഇവിടെ ചിന്ത. ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി, സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ. അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല, മറ്റത് ആശ്വാസം മാത്രമാണ് കിട്ടിയത്. ഇപ്പം ശക്തിയും കിട്ടി. അപ്പോൾ ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇത് നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു പാക്കേജാണ്. ഇനി ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോഴേ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളുടെ ഉള്ളിൽ നിന്ന് പോയി. സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലായി, എൻ്റെ പാപങ്ങൾ കൊണ്ടായിരിക്കും സാന്നിധ്യം പോയി. ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റെഫർ ചെയ്യണത്. ഇവിടെയാണ് ഈ പ്രസൻസും സിൻഫുൾനെസ്സും ഒരുമിച്ച് പോകത്തില്ല. നമുക്ക് സിൻഫുൾനെസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടാകാൻ ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഉടമ്പടി വരുന്നൊരു വിഷയം, പാപത്തെ നമുക്കങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയിൽ വരണത് ഒന്ന് വചനത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും, രണ്ടാമത്തത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷെ സാന്നിധ്യം അങ്ങനെ നിലനിൽക്കത്തില്ല. കാര്യം എന്താണ്? നമുക്ക് പാപാവസ്ഥ ഉണ്ടെങ്കിൽ സാന്നിധ്യം നിലനിൽക്കത്തില്ല. അപ്പം നിങ്ങൾ അക്രൈസ്തവരായിട്ടുള്ള സഹോദരൻ ഓർത്തും, ഞങ്ങൾ പാപാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കംപ്ലീറ്റായിട്ട് പാപത്തെ ഉപേക്ഷിക്കണം. നിങ്ങൾ പാപത്തെ എന്തിനാണ്, പാപം കൊണ്ടുനടക്കാൻ എന്തിനാണ്? അപ്പോൾ പാപം എന്താണെന്ന് അറിയണം. നിങ്ങൾ പാപത്തെ നിങ്ങളെ വിശുദ്ധിയിലേക്ക് വരണം, അല്ലെങ്കിൽ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു ഡിമിനിഷിങ് ഉണ്ടാവും. നിങ്ങൾക്ക് കുമ്പസാരിക്കാനും കൂദാശമൊന്നും ഇല്ലല്ലോ. അപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പാപാവസ്ഥ മാറ്റിയിട്ട്, പാപാവസ്ഥ എന്തിനാണ് മാറ്റേണ്ടത്? വരപ്രസാദ അവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ്. വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടും
ചെയ്തികൾ കൊണ്ടും വരപ്രസാദാവസ്ഥ, ഒരു കേവല വരപ്രസാദാവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇവൾക്കുണ്ടാകുന്ന ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല. അവർ നോൺ ക്രിസ്ത്യനല്ല, അവർ ക്രിസ്ത്യനാണ്, പക്ഷേ മാർത്തോമൈസാണ്. അതാണ് വിഷയം. അപ്പോൾ അവർക്ക് കുമ്പസാരമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കത്തോലിക്കയിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തോമയായിട്ടാണ് ജീവിക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുമ്പസാരമില്ല, എൻ്റെ സഭയിലും കുമ്പസാരമില്ല, നോട്ട് കമ്പൽസറി. അപ്പോൾ ഞാൻ കുമ്പസാരിക്കാറില്ല. അപ്പോൾ പക്ഷേ ഈ എനിക്ക് ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ, അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുമ്പസാരിച്ച്. കല്യാണത്തിന് കുമ്പസാരിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കുമ്പസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പാപം നിലനിൽക്കുന്നുണ്ടല്ലോ. കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ്, പ്രാർത്ഥനയല്ല, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ്. അതവൾ ഓർത്തിരുന്നു. അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന, ഇപ്പോൾ എൻ്റെ പിഴ ഞാൻ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാപ്പറയണമൊക്കെ നമ്മൾ ചെല്ലിയിട്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയിട്ട് പ്രായച്ചിത്വം ചെല്ലും. അപ്പം അച്ഛൻ പറഞ്ഞ് അതുകൊണ്ട് ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം, ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാം പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട്, പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട്, പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവർക്കിപ്പോൾ നല്ല നിലയാണ്, ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല. അപ്പം കടങ്ങൾ കിടക്കുന്നിടത്തോളം കാലം, പാപങ്ങൾ കിടക്കുന്നിടത്തോളം കാലം വരപ്രസാദം ഫീൽ ചെയ്യാതെ വരും. ഇത് നിങ്ങൾ ഉടമ്പടിക്കാരെല്ലാവരും കേൾക്കേണ്ട ധ്യാനമാണിത്. ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ്. പക്ഷേ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനദർ കേസാണ്. നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ, ഞങ്ങൾ അക്രൈസ്തവരാണ്, ഞങ്ങൾക്ക് അബോർഷൻ ചെയ്യണതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം എന്ന് കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകുന്നത്. എന്താണ്? കൊല്ലരുത്. ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസിൽ പെരുപ്പിച്ച് നടന്നിട്ട് കഥയില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ ലഭിക്കുന്ന വരപ്രസാദത്തിന് അന്വേഷണീയമായ വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. വചനം പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം. എന്താ ചിന്തിക്കണമെന്നറിയാവോ? ഭയങ്കര അവസ്ഥയാണ് എൻ്റേത്, പാപകരമായ ജീവിതമാണ്, പണ്ടത്തെ പാപങ്ങളെ കുടിശ്ശികയുണ്ട്, ഞാനെങ്ങനെ ഗതി പിടിക്കാനാണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഉത്തരവുണ്ട്. നീ കൃപയെ ഫോക്കസ് ചെയ്യുക. അതാണ് നേരത്തെ പറഞ്ഞത്. നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത്. നീ എന്ത് ചെയ്യണം? കൃപയെ ഫോക്കസ് ചെയ്യണം. നിൻ്റെ ഇനിയുള്ള എല്ലാ വചനവായനകളും, ഇനിയുള്ള എല്ലാ സാധുക്ഷേമ പ്രവർത്തനങ്ങളും, നിൻ്റെ എല്ലാ പിഴുത്ത പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം. കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പാപത്തെ സബ്സൈഡ് ചെയ്യും. കൃപ വർദ്ധിക്കുന്നിടത്ത് വെച്ച് എന്താ പറ്റണത്? പാപം സബ്സൈഡാകും. പാപത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല. ഞാൻ പിടിച്ചു നീക്കും. ചില ആൾക്ക് നോൻപിന് വെള്ളമടി നടത്തിയിട്ട് നോൻപിന് ഞാൻ പിടിച്ചു നീക്കും എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ കഴിയുമ്പോൾ ബാക്കി കുടിച്ച് അത്രയും നാൾ കുടിക്കാതിരുന്ന മൊത്തം വലിച്ചു കയറത്തില്ലേ? അങ്ങനെ പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കള്ളിനെ മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം. ക്രിസ്തുവിൻ്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ. അതിന് ക്ഷമിക്കണേ ക്ഷമിക്കാം, കൊടുക്കണേ കൊടുക്കാം,
പരിഹാരം ചെയ്യണേ പരിഹാരം ചെയ്യാം. എനിക്ക് കൃപ കിട്ടിയാൽ മതി. പ്രാർത്ഥിക്കുക. കർത്താവേ, നീ നേടിയെടുത്ത കൃപയാൽ എനിക്ക് കർമാവകാശം തരണമേ. ഞാൻ എന്തൊത്തുതീർപ്പിനും നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനും തയ്യാറാണ്. എന്നെ സഹായിക്കണമേ. എന്റെ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വരുന്ന വേറൊരു വിഷയം വരണതേ, ഇപ്പൊ നമ്മൾക്ക് ഒരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിലില്ലെങ്കിൽ നമ്മൾ പണിമേടിക്കും. നമ്മൾ ആശ്വാസം പ്രാപിച്ചു, പക്ഷേ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ്. ആ വീട്ടിലുള്ള അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ കുടുംബപ്രാർത്ഥനയേ ഇല്ല. അഥവാ ഇവൾ പ്രാർത്ഥിക്കാൻ പോകുകയാണെങ്കിൽ അവർ CV വെച്ചുകൊണ്ടിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാവണം നിങ്ങൾ പറയണേ? കെട്ടി വന്ന മരുമകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായിയമ്മ TV വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കണ ഇവർക്ക് കേൾക്കാം. എന്നാൽ ഇത് സ്വരം താഴ്ത്തി കൊടുക്കണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമല്ല. ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല. അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ഓക്കെ ആയാലും അതാ നമ്മുടെ സമാധാനവും കൃപയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം. വീട്ടുകാരെ കൂടി ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്ത് അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും. തീർത്ഥാടന ഉടമ്പടി എടുക്കും. ഓരോ ഉടമ്പടിക്കും ഓരോ ബലമാണ്. ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട്. ഇപ്പം വചനം കേൾക്കുന്ന പഴയ നിയമ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട്. അത് ആശ്വാസമാണ്. അത് ലക്ഷ്യം വെക്കുന്നത് കൽപ്പനയാണ്. കൽപ്പന ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോഴേ കൃപയെയാണ്, നിത്യജീവന് ആവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കണത്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരിയൻ കണ്ടൻറ്റ്, അതായത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഏജൻ്റുണ്ട്. എബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്ക് ഉണ്ടായിരുന്ന പാളിച്ചകൾ എന്താ? എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ, അടുത്ത കൊല്ലം അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന്. ആ വസന്തമെന്നേ പറഞ്ഞോളൂ. ഏത് വർഷത്തെ വസന്തമെന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്കൊരു പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളൂ. എല്ലാ ഉടമ്പടികൾക്കും പരീക്ഷണം ഉണ്ടാകും. ഇപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം, ഈ തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓക്കെയാണ്. പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂർച്ഛിക്കും. അതാണ് വിജയകുമാറിൻ്റെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. കാര്യം വിജയകുമാറിനെ ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ്. എപ്പോൾ എൻ്റെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് പോകുന്ന പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. തിരിച്ചു വിളിക്കും. എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക്, ദ പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ, വൈ എന്നൊക്കെ ചോദിക്കും എന്നോട്. പ്രശ്നങ്ങൾ മുമ്പത്തേക്കാളും ക്യൂവിലാണ്, 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും. എന്താ കാര്യം? ഉറച്ചു നിൽക്കുക എന്നുള്ളത്, ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൃപ കൊടുക്കത്തുള്ളൂ. ആടിക്കളിക്കണവന് കൃപ കൊടുക്കത്തില്ല. ഉറച്ചു നിന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 21:19. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഒന്നിനു വായിച്ചേ. പീഡനത്തിലും 21:19. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ
നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. അപ്പം അതുപോലെ തന്നെ നീ ഉറച്ചു നിന്ന്, നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാദിന് 22 പോകുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശമയോനെ സാത്താൻ നിന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. ലൂക്കാദിന് 22:31 വായിച്ചേ. ശിമയോൻ ശിമയോൻ പറഞ്ഞേ. ശിമയോൻ 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 ഇതാ സാത്താൻ വരുന്നുണ്ടല്ലേ. ഉടമ്പടി ഇടയ്ക്ക് സാത്താൻ വരൂ. ശമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അപ്പൊ തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും. ഓർത്തേക്കണത്. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പൊ തിരിച്ചു വരിക, വിശ്വാസത്തിൽ ഉറച്ചു നീക്കുക, ഇതെല്ലാം സെയിം ഇഫക്റ്റാണ്. പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. നിന്നെ ഉറപ്പിച്ച് നിർത്തുക, നിന്നെ ഇങ്ങനെ ആട്ടിയാണിത് ഉറപ്പിക്കണത്. നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി നിന്നെ ഉറപ്പിക്കും. എന്തിനാ ഉറപ്പിക്കണത്? നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പം തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം. എന്താണ്? നിങ്ങളെ ഫോക്കസ് ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ, നിങ്ങൾക്കറിയാവുന്നവർ, ഭർത്താവ്, ഭാര്യ, മക്കൾ, അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണം എന്താണെന്ന് അറിയാമോ? അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയാണ് ഉടമ്പടി അബോർഷൻ സംഭവിക്കുന്നത്. ദൈവത്തിന് പ്രയോജനമില്ലല്ലോ. ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റിൽ കൊണ്ടുവരണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. എന്ത് പ്രാർത്ഥിക്കും? എന്താ പ്രാർത്ഥിക്കണത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരമ്മ സാക്ഷ്യം പറഞ്ഞതാണ്, ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു. മാതാവേ, അതോടുകൂടി അരിമുട്ടിപ്പോയി. അവരെന്താ പറഞ്ഞത്? അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത്. അത് കാരണം ഞാൻ ഇതിലേ കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കത്തില്ല എന്നുണ്ടെങ്കിൽ, നക്കാപ്പിച്ച കൊടുത്തില്ലെന്നെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവത്തിന് അറിയാം ഈ സാധനത്തിനാണ്. അതാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്? കാര്യം നിങ്ങളെ ദൈവത്തിന് അറിയാം. അപ്പം നിങ്ങളുടെ ദൈവം ആരാണ്? നിങ്ങളുടെ നിയോഗമാണ് ദൈവമല്ല. നിങ്ങളെന്താ പറയേണ്ടത്? ഈ നിയോഗം നടക്കാതിരിക്കുകയോ? നടന്നില്ലേലും നീ തന്നെയായിരിക്കും എൻ്റെ ദൈവം. അതാണ് ഉടമ്പടി. കൈയടിച്ച് ശ്രുതികളെ ദൈവത്തെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻഡെന്ന് പറയണത്, നിയോഗമെന്ന് പറയണത് ക്രിസ്തുവാണ്. അല്ല, നിങ്ങൾ സിൽവർ ഗ്രേ ആണ് ഉടമ്പടിയാന്ന് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാണുമ്പോൾ തന്നെ എനിക്ക് പറയാൻ തുടങ്ങും. ആൾ സിൽവർ ഗ്രേ ആണ്, പക്ഷേ ഞാൻ ഈ സിൽവർ ഗ്രേക്കാരോട് സംസാരിക്കത്തില്ല. എന്താ കാര്യം? ആ കാരണമുണ്ട്. ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം പറഞ്ഞ് നടക്കുക നാളെ ഇല്ലാത്തവർക്ക്. അപ്പം അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവർ അവരൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല. അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. ഇപ്പോഴും സിൽവർ ഗ്രേക്കാരനും വസ്തു വിൽക്കണമെന്ന് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. അതൊക്കെ എൻ്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും. ഞാൻ എൻ്റെ ദൈവത്തിന് ജോലി ചെയ്യും. ഇത് ശേഷിച്ച കാലം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും. അതാണ് എൻ്റെ സിൽവർ നിയോഗം. ശ്രദ്ധിക്കട്ടെ. സിൽവർ ഗ്രേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവില്ല, നമുക്ക് കൈ കഴുകി തൊടേണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോഴും നാട്ടിൽ സ്ഥലം മേടിക്കണം, ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല.
അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും. എന്താ കാര്യം? അങ്ങനെ പച്ചയും മഞ്ഞയും നീലയും മാറണതല്ല ഉടമ്പടി ജീവിതമാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ ഘട്ടം കൂടെ കഴിയും തോറും അവർ മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും. മറ്റുള്ളവരാണ് പ്രശ്നം. നിങ്ങൾ എന്തുമാത്രം മാനസികമായി ക്ലേശിക്കുന്നവരാണോ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിയൂ, അവരുടെ വിശ്വാസം സംരക്ഷിക്കുമെന്നാണ്. അതാണ് 22:31 ലൂക്ക 22:32. ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കുന്നു. ഐ വാസ് പ്രേയിങ് ഫോർ യു. അപ്പം നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഈ ഉടമ്പടിയിൽ ഇരുന്നിട്ടോ നിനക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഐ വിൽ പ്രേ ഫോർ യു. നിൻ്റെ കാര്യം ഞാൻ നോക്കാം. ഇനി മറിയാൻ പോലും ആവശ്യമില്ല. പക്ഷേ നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ കാര്യം തിരക്കണം, അവരുടെ വിശ്വാസം സംരക്ഷിക്കണം, അവരെ വിശ്വാസത്തിൽ നിർത്തണം, അവരെ കൃപയിൽ വളർത്തണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പങ്കുവെച്ച് വിശ്വാസത്തിൽ വളർത്തുവാൻ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം കാര്യങ്ങൾ ഏറെക്കുറെ ധാരണ എത്തിയില്ലേ? അപ്പോൾ ഈ മകൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ, അത് വീണ്ടും മോശമാകും, വളരെ മോശമാകും. അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു നിർത്തണ വിജയകുമാർ സാറിൻ്റെ ധ്യാനമാണ്. സാറെന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ ഓർക്കുക, അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങളുണ്ടാകും. അത് നിങ്ങളെ അതുകൊണ്ട് അവളെ പിടിച്ചു ചെയ്യുന്നു. ഉടനെ അവൾ പിടിച്ചു ചെയ്യുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ മുമ്പത്തെ രൂക്ഷമാണ്. ഭർത്താവിന് മാറിയിട്ടില്ല, ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല, കുടുംബം മാറിയിട്ടില്ല. പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ പ്രാർത്ഥിക്കുന്ന അവളുടെ മനസ്സിൽ തോന്നി, അമ്മായിയമ്മ പല ഇഷ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ഭ്രാന്ത് വന്നതെന്ന് അല്ല മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തി അവരാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയി പോയി കുമ്പസാരിക്കും. അവരുടെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ സ്വീകരിക്കും. എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ട് പറയും, അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരു കുമ്പസാരത്തിൻ്റെ പോക്ക് കണ്ടില്ലേ? അന്ന് അവൾ കുടുംബപ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ TV ഓഫ് ചെയ്ത് അവളുടെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും. പിന്നെ അവൾ പറയും, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക്, എൻ്റെ കുഞ്ഞിന് 4 വയസ്സുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസസീവാണ്. നീ പോ അവനെ കൊണ്ടുപോകണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയി. അപ്പോൾ അവൻ്റെ അമ്മ കിടക്കുമ്പോഴും ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ അവൾ എടുത്തിട്ട് പറഞ്ഞ്, ഇന്ന് ബർത്ത്ഡേ ആണ്, പള്ളി കൊണ്ടുപോട്ടെ എന്ന്. അയാൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുപോകുന്നു. എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാന കൊണ്ടുവന്ന് കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ ഓർത്ത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈശോനെ കാണിച്ചതെന്ന്. ഉടമ്പടി ഒരു സ്വർഗയാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗയാത്ര. നിങ്ങൾക്കത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കർത്താവ് നിങ്ങളെ തൻ്റെ തിരുമുറുമാറുന്ന കാണിപ്പെടുതാറുന്ന അത്ഭുതകരം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ്. നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഹൃദയത്തിലെ ദൈവസ്നേഹം നിറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം
ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കും. രോഗങ്ങൾ, ഇവിടെ ഉള്ളവർ, ആശുപത്രി കിടക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ, എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ്. അത് കാലാകാലങ്ങളോട് ആരെല്ലാം എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേൽ, ആ ധ്യാനം കൂടുന്ന ഓരോരുത്തരും നിയോഗങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഭാഷാപരത്തോടെ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കർത്താവേ നിന്റെ തിരുമുറുപാർന്ന് വലത് കരത്താൽ ആണിപ്പെടുത്താർന്ന് അത്ഭുത കരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവ് രക്തം പടരട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലും ഞരമ്പുകളിലും കർത്താവ് രക്തം പടരട്ടെ. ക്യാൻസർ 4th സ്റ്റേജ് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ രക്തം കഴുകപ്പെടട്ടെ. കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, പണിയില്ലാത്തവർ, പരീക്ഷയിൽ തോറ്റവർ, വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ കാത്തിരിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, റിവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ദൈവിക ശക്തി നിറയട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഖനായിനെ പോലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ നിശ്വാസങ്ങളും, എല്ലാ സങ്കടങ്ങളും കർത്താവേ വലിയ അടയാളങ്ങളോടെ ദൈവത്തിന്റെ മഹത്വമായി മാറട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന. ഹല്ലേലൂയ. മുട്ടെനിക്കുക. മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പാപത്തെ ഫോക്കസ് ചെയ്യാതെ കൃപയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈശോയെ കൂടുതൽ കൃപയിൽ വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരീക്ഷണഘട്ടങ്ങളിൽ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറി തിരിച്ചു വന്ന് ഞങ്ങളുടെ സഹോദരരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.